എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് വ്യൂസ് ഒക്കെ കുറവാണ്. ഞാൻ ലോങ് ഇട്ടാലും ഷോർട്ട് ഇട്ടാലും ഒക്കെ കുറവ് തന്നെയാണ്. കൂടുതലും ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇടാറ്. അതിനാണ് കുറച്ചെങ്കിലും വ്യൂസിന് കാണാൻ പറ്റുന്നത്. ലോങ് വീഡിയോയിൽ വളരെ കുറവാണ്. അത് ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ വിചാരിക്കും അതൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സങ്കടമൊക്കെ വരും അങ്ങനെ കാണുമ്പോൾ. അയ്യോ, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം നോക്കും എത്ര ഉണ്ട്, വ്യൂസ് ഉണ്ടോ, ഷെയർ ഉണ്ടോ, ലൈക്ക് ഉണ്ടോ, സബ്സ്ക്രൈബ് ഉണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷെ ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നും പിന്നെയെങ്കിലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ പ്രതീക്ഷ കൈവിടാണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ. പിന്നെ ഞാൻ തുടക്കക്കാരിയല്ലേ, അവർ കുറേ കഴിയുമ്പോൾ ഒക്കെ ശരിയാവുമായിരിക്കും, എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആണല്ലോ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എനർജി തരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതിലങ്ങനെ തുടങ്ങുകയാണ്. പിന്നെ എൻ്റെ ചില വീഡിയോസ് വലിയ കണ്ടന്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ വീട്ടിലുള്ള പോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടുകയാണ്. എൻ്റെ ഒരു മോഹമാണ് എനിക്ക് യൂട്യൂബിൽ ചെയ്യണം എന്നും അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ ആ ഒരു മോഹം, ആ മോഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഞാനിപ്പോൾ ഇതിലിടുന്നത്. നമ്മൾ പറഞ്ഞ മാതിരി ഞാനിപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ എനിക്കൊരു ദുഃഖം ഉണ്ടാവും. നിനക്ക് ചെയ്യാതിരുന്നില്ലേ എന്ന് എൻ്റെ മനസ്സാക്ഷി എന്നോട് ചോദിക്കും. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ഇട്ടല്ലോ, ഞാൻ പരിശ്രമിച്ചല്ലോ, എന്നിട്ടല്ലേ എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതുണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലിട്ടത്. അപ്പോൾ ഞാൻ വിചാരിക്കും അത് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി നല്ല രീതിയിൽ തന്നെ ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ ശ്രമിക്കുന്നു. ഞാനൊരു ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. ഒരു ഫോണിൽ ഞാനിങ്ങനെ ചെയ്യാണ്, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിലൊന്നും ചിലപ്പോൾ എന്നെ കണ്ടു എന്നൊന്നും വരില്ല. കാരണം ഞാൻ തന്നെ ഇങ്ങനെ ഒരു കയ്യിൽ വെക്കും, ഒരു കയ്യിൽ പാചകം ചെയ്യും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ തുടക്കമാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പരമാവധി എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഇതിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനുള്ള ആരെങ്കിലും ഒന്നിട്ട് പറഞ്ഞു തരണം. എന്താണ് എനിക്കൊന്നാമത് അറിയില്ല. കാരണം കൂടുതൽ ഫോണിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എത്ര ഇങ്ങോട്ട് അറിയില്ല. അറിയുന്ന പോലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഞാൻ അധികം നീട്ടുന്നില്ല, അങ്ങോട്ടൊരു ലോങ് വീഡിയോ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. നമുക്ക് ഇത് ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ രാവിലത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് കുറച്ച് അവിൽ കുഴച്ച് വെച്ചതാണ്. അപ്പം മോനേട്ടൻ വന്നപ്പം കുറച്ച് കടലപ്പരിപ്പ് പായസം വെക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങയും പപ്പടമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മാങ്ങ, നല്ല പഴുത്ത നല്ല മാങ്ങ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങയ്ക്ക്. പിന്നെ ഞാൻ കുറച്ച് കപ്പ നുറുക്കി വെച്ചു വൈകുന്നേരത്തേക്ക്, കപ്പയും ഉപ്മാവ്. അപ്പോൾ അങ്ങനെ കപ്പ നുറുക്കിയൊക്കെ വെച്ചപ്പോഴേക്ക് മോൻ വന്നു. മോൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. പിന്നെ നല്ല മഴയാണ്, പുറത്തു കൂടി ഒന്നും വരാൻ പറ്റില്ല. അപ്പോൾ അവനിങ്ങനെ കുളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അവൻ കുളിച്ച് വരുമ്പോഴേക്ക് ഞാൻ അവിലും പഴമൊക്കെ എടുത്ത് വെച്ചു. അതിന് പുറമെ അവൻ നൂൽപുട്ടും കഴിച്ചു കേട്ടോ. അവൻ നല്ല ഇഷ്ടമാണ് നൂൽപുട്ട്. അപ്പോൾ അവൻ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞിട്ട് കപ്പ അടുപ്പത്ത് വെച്ചതാണ്. കപ്പ അടുപ്പത്ത് അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. അപ്പോൾ അരച്ചു കഴിഞ്ഞ് കപ്പ റെഡിയായി. വേഗം ആയിട്ടോ, ഒന്നും കാണിക്കുന്നില്ല ഞാൻ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ഉപ്മാവിന് നുറുക്കിയും വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ചുക്കുവെള്ളം തിളപ്പിച്ച് വെച്ചതാണ്. പിന്നെ കുറച്ച് ഫ്ലാസ്കിലും ആക്കി വെച്ചു. വേഗം തണുത്ത് പോകുന്നില്ലേ വെള്ളം. പിന്നെ ഇത് രാവിലത്തേക്ക് പച്ചവെള്ളം കേട്ടോ, രാവിലത്തേക്ക് ആവശ്യത്തിന് എടുത്ത് വെച്ചതാണ്. പിന്നെ ചായ കുടിച്ച പാത്രങ്ങളും മോൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളും എല്ലാം കഴുകി ഒക്കെ ഒതുക്കി വൃത്തിയാക്കി അവിടെ വെച്ചു. ഉപ്മാവ് ഉണ്ടാക്കി വെച്ചു. ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, വെറുതെ എന്തിനാ വെച്ചിട്ടാട്ടോ. അതിന് ഉപ്മാവുമായി കപ്പയായി പപ്പടവും കാച്ചി അവിടെ വെച്ച് ഞാൻ കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മോൻ പഠിക്കാനിരുന്നു, കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നു കേട്ടോ. ഒരു 7-7:15 ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ച് പിന്നെ പിറ്റേന്നത്തേക്കുള്ള മമ്പയർ വെള്ളത്തിലിട്ടു പുട്ടിന്. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി, നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ എല്ലാ പണികളും ഉണ്ടല്ലോ, അടുക്കള വൃത്തിയാക്കി അടുക്കള എല്ലാം കഴിഞ്ഞ് വാതിലൊക്കെ അടച്ചു. ഒരു 7-8:30 ആകുമ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞ് വന്നു. ഞങ്ങൾ പുറത്തേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നു കേട്ടോ.
കിടന്നു. പിറ്റേന്ന് രാവിലെ വന്ന് പൂജാമുറിയിലൊക്കെ ഒന്ന് തൊഴുതിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വരുന്നത്. അപ്പോൾ അടുക്കളയിൽ പുറത്ത് വെളിച്ചം കാണുന്നുണ്ട്, ഏകദേശം 5:45 ആയിട്ടുണ്ട് സമയം. അപ്പോൾ അടുക്കള പിന്നെ നല്ല ക്ലീൻ ആണല്ലോ, എല്ലാം വൃത്തിയാക്കി വെച്ച് കിടന്നുകൊണ്ട് പിന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കുളിക്കാൻ വേണ്ടി. നല്ല മഴയും കാറ്റുമുള്ള സമയം. അത് കഴിഞ്ഞ് ഞാൻ വിളക്കെല്ലാം കത്തിച്ചു. പിന്നെ മമ്പയർ വെച്ചു, മമ്പയറും പുട്ടുമല്ലേ അത് വെച്ചു. ഒരു കയ്യിൽ ചുക്കളത്തിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ച് കട്ടൻ ചായക്ക് ഞാൻ മുക്കിയിട്ടോ. മോനേട്ടനാണ് കട്ടൻ ചായ. പിന്നെ എനിക്ക് കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടേ, ചായ കാപ്പിയൊന്നും ഉപയോഗിക്കില്ല. പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ടു. എനിക്കൊന്ന് ഇപ്പോൾ ഞങ്ങളിന്ന് എല്ലാവരും കൂടെ ഒന്ന് പേരാമ്പ്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പണി കഴിഞ്ഞിട്ട് പോയാൽ സമാധാനമല്ലേ. അപ്പം ഇത് കോവക്കയും പയറും ഉപ്പേരിയും വെച്ചു, മത്തനും പരിപ്പൊക്കെ കൂടെ ഒരു കൂട്ടാനും വെച്ചു കേട്ടോ. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞു. ഇപ്പം ഏകദേശം കണ്ടില്ലേ, സമയം കണ്ടില്ലേ, ഈ സമയമാകുമ്പോൾ എൻ്റെ എല്ലാ പണികളും, അടുക്കളയിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ പുട്ടായി, പിന്നെ കറിയായി. ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. പിന്നെ മോൻ കുളിക്കാൻ പോയതാണ്. അവൻ പോയി വന്ന ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഭക്ഷണമൊക്കെ കഴിച്ചത്. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞു. ഞങ്ങൾ ഒരു 9:30-10 മണിയാകുമ്പോഴേക്ക് പേരാമ്പ്രയ്ക്ക് പോകണം എന്നുള്ള രീതിയിലാട്ടോ എല്ലാ പണിയും കഴിഞ്ഞത്, എല്ലാ പണിയും കഴിച്ചത്. അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി അവിടെ വെച്ചു. അപ്പോൾ ഇവിടെ വീഡിയോ കഴിയാണ്, വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ. താങ്ക്സ് കേട്ടോ.